നിർത്തിക്കൊണ്ട് സൗണ്ട് രംഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭരണാധികാരികൾക്കും മുമ്പോട്ട് പോകാൻ പഠിക്കില്ല. ഒരു ഭരണാധികാരികൾക്കും ഒരു മിനിറ്റ് പോലും മുമ്പോട്ട് കഴിയാൻ കഴിയില്ല. നിങ്ങൾ ആലോചിക്കുന്ന കേരളത്തിലെ പന്തൽ മേഖല, ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല നിശ്ചലമാകാൻ വേണ്ടി പോവുക. ഇതേ അവസ്ഥ ഒരാഴ്ച കൂടി തുടർന്നു കഴിഞ്ഞാൽ ഈ മേഖലയാകെ സ്തംഭിക്കും. നമ്മുടെ ഉപജീവനം സ്തംഭിക്കുന്നതോടൊപ്പം കേരളത്തിലെ കല്യാണങ്ങളെല്ലാം നിർത്തൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവർ കെട്ടുവന്നില്ലേ? ജനനാട്ടിലാണ് എങ്ങനെ മുന്നോട്ട് പോവുക? അപ്പൊ കല്യാണങ്ങളെല്ലാം നിശ്ചലമാകുന്ന രീതിയിൽ, കല്യാണ നിശ്ചയങ്ങൾ നിശ്ചലമാകുന്ന രീതിയിൽ പള്ളിപ്പെരുന്നാളുകൾ നിൽക്കുന്നു, ഉത്സവങ്ങൾ നിൽക്കുന്നു, എല്ലാം നിൽക്കുകയാണ്. ആ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാസർഗോഡ് നടന്നു, 2 ദിവസം കണ്ണൂരിൽ നടന്നു, നാളെ പാലക്കാട് സമരം നടക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ ഈ പ്രതിധ്വനി ഉയർന്നു വരും. ഈ പ്രതിധ്വനിയിൽ തീരുമാനം മാറ്റാതെ ഒരു ഭരണാധികാരികൾക്കും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം ഇത് ഭരണാധികാരികൾക്കെതിരെയുള്ള സമരമല്ല, അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന സമരമാണ്. മന്ത്രിമാർ സഞ്ചരിക്കുന്നു, ആ മന്ത്രിമാർ സഞ്ചരിക്കുന്ന വണ്ടി, ഏതെങ്കിലും വണ്ടി അബദ്ധത്തിൽ പെട്രോൾ തിരഞ്ഞെടുക്കുകയും നടന്നു പോവുകയോ പോകാൻ വേണ്ടി കഴിയോ? പെട്രോൾ കൊണ്ടുപോകാൻ പറ്റില്ല, ഡീസൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം പകരം നിർദ്ദേശിയോ? ചില പെട്രോൾ പമ്പിൽ നിന്നും ഒരു പ്രത്യേക തരം ക്യാൻ നിങ്ങൾക്ക് ലഭിക്കും. അതിന് 2000 രൂപ വില. 20 ലിറ്റർ ഡീസൽ കൊള്ളുന്ന അല്ലെങ്കിൽ പെട്രോൾ കൊള്ളുന്ന ഒരു ക്യാൻ അവിടെ നിന്ന് വാങ്ങിയാൽ 2000 രൂപ കൊടുക്കണം. ഈ 2000 രൂപയുടെ ക്യാൻ നിർമ്മിക്കുന്ന കമ്പനികളുമായിട്ട് വലിയ ടൈപ്പ് നടക്കുക. ലക്ഷക്കണക്കിന് ക്യാനുകൾ വേണം, ഒരു പമ്പിലും ഇല്ല. അങ്ങനെ 2000 രൂപ വില കൊടുത്ത് വാങ്ങേണ്ട ക്യാൻ നിർമ്മിക്കുന്ന കമ്പനിക്ക് ഒരു പ്രത്യേക നിർദ്ദേശം മേടിക്കുക ക്യാൻ നിർമ്മിക്കാൻ. എന്തൊരവസ്ഥയാ! അങ്ങനെ ഞങ്ങളെ ആകെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരളീയ സമൂഹത്തെ, ഇന്ത്യൻ ജനതയെ ആകെ പിറകോട്ടെടുപ്പിച്ചുകൊണ്ട് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഈ നിരോധനം, ക്യാനിൽ കൊടുക്കുന്നതിൽ നിരോധനം, അത് അടിയന്തരമായിട്ട് എടുത്തു കളയണമെന്നാണ് കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രകടനത്തിൽ, പൊതുയോഗത്തിൽ, ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ വാനോളം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ വ്യാപാരി സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ പന്തൽ അലങ്കാര രംഗത്ത് പ്രവർത്തിക്കുന്ന ഉടമകളെല്ലാം അഭിമാന പുരസ്സരം കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ മക്കളെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ക്യാനുകളിൽ പെട്രോൾ ലഭ്യമാക്കണമെന്ന് ആവശ്യം. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെട്രോൾ പമ്പുകളിൽ നിന്നും ക്യാനുകളിൽ ഇന്ധനം നൽകേണ്ടതില്ലെന്ന കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് ഇവർ പറഞ്ഞു. കല്യാണ വീടുകളിലും മറ്റിടങ്ങളിലും നടക്കുന്ന ചടങ്ങുകളിൽ ജനറേറ്ററിൽ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ജനറേറ്റർ പ്രവർത്തനരഹിതമാകുന്ന സ്ഥിതിയാണുള്ളത്. ഇതുമൂലം ഉപഭോക്താവും പ്രവർത്തകരും തമ്മിൽ സങ്കീർണ പ്രശ്നങ്ങൾ സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണെന്നും ഇതിന് പരിഹാരം കാണുന്നതിനും ഇന്ധനം കാനുകളിൽ നൽകുന്നതിനുള്ള സൗകര്യം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 500-ൽ പരം പ്രവർത്തകർ പങ്കെടുത്ത നോർത്ത് കോട്ടശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പുതിയ കോട്ട വഴി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 2 വീലർ എടുത്തുകൊണ്ട് എന്തോ കാരണം കൊണ്ട് പെട്രോൾ അടിക്കാൻ മറന്നുപോയി. 2 കിലോമീറ്റർ പോയപ്പോൾ വണ്ടി നിന്നു. എങ്ങനെ പോകും? ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും. ഇത് ഏതെങ്കിലും സർക്കാർ എടുത്തു വെച്ച വിനയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല കേട്ടോ. ഇത് 1980-ൽ വന്ന നിയമം ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കുക. കാരണം എന്താ? കാരണം ലോകത്തെ ആകെ ത്രസിപ്പിക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിന്റെ ഭാഗമായി പെട്രോളിനും ഡീസലിനും എല്ലാം വല്ലാത്ത ഇത് വരുന്നു. അത് വരുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി പെട്രോൾ ചെലവ് കുറക്കുക, അല്ലെങ്കിൽ ഡീസലിന് ചെലവ് കൊടുക്കുക, അത് ന്യായമാണ്. ആ ന്യായം ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? നമുക്ക് ദൈനംദിനമായി ജീവിക്കണ്ടേ? നമ്മളിപ്പോ രാത്രി ഒരു പരിപാടി ഏറ്റെടുത്തു, ആ പരിപാടി സ്ഥലത്ത് പെട്രോൾ ജനറേറ്റർ ഫുള്ളാക്കി കൊണ്ടുപോയി. അവിടെ എത്തി 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ജനറേറ്ററിൽ നിന്ന് പകരം പെട്രോൾ ഉണ്ടോ? പകരം സംവിധാനമുണ്ടോ? ആർക്ക് അടിയിട്ടുക? ഇതെല്ലാം സംവിധാനം ഒരുക്കിയ പന്തലാരെ സംബന്ധിച്ചിടത്തോളം ദയനീയമാണ് അവസ്ഥ. കേരളത്തിലെ പന്തൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പന്തൽ കെട്ടാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ലൈറ്റ് ആൻഡ് സൗണ്ട് കെട്ടാൻ മാത്രമല്ല, ഞങ്ങൾക്ക് സമരവും അറിയാം. ആ സമരത്തിന്റെ ഭാഗമായിട്ട് സമരം ഒരു കാര്യം ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഭരണാധികാരിയുടെ മുന്നിൽ നോക്കി ഞങ്ങൾക്ക് വളരെ വിനയപുരസ്സരം പറയാനുള്ളത്, കേരളത്തിലെ പന്തലുകാരുടെ, ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുടെ അഭിമാന സ്തംഭമായി ഉയർന്നു വന്നിട്ടുള്ള ഈ തൂവള്ള കൊടിയില്ലേ, ആ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് ഭരണാധികാരി തീരുമാനം
ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നത്തിൽ ഇടപെട്ട് അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാണാത്ത പക്ഷം സംഘടനയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷിബു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാധാകൃഷ്ണൻ ചിത്ര, ജില്ലാ ട്രഷറർ ഫിറോസ് പടിഞ്ഞാർ, ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് വാസന്തി കുമാരൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എസ് ഹംസ, ജലാൽ അബ്ദുള്ള, സുരേഷ് വെള്ളിക്കോത്ത്, നാസർ മുനമ്പം, ജില്ലാ സെക്രട്ടറിമാരായ അഷ്റഫ് വെളിഞ്ച, സുനിൽ മാലക്കല്ല്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ സുരേന്ദ്രൻ, ബാലൻ ബളാംതോട്, അജേഷ് റാവു, ബാലകൃഷ്ണൻ ശക്തി, കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാരോടാണ് വിദ്യാർത്ഥികളോട് മാന്യമായി പെരുമാറി അവർക്ക് സുരക്ഷിത യാത്ര ഒരുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കർശനമായി ഒഴിവാക്കണം. വാഹനത്തിൽ അനുവദിച്ചിട്ടുള്ളതിലധികം കുട്ടികളെ കയറ്റരുത്. സ്കൂൾ പരിസരങ്ങളിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും വളരെ കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിക്കണം. ബ്രേക്ക്, ടയർ, ലൈറ്റ്, ഹോൺ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ദിവസവും പരിശോധിക്കണം. എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതമായി കയറിയതിനും ഇറങ്ങിയതിനു ശേഷം മാത്രമേ വാഹനങ്ങൾ മുന്നോട്ടെടുക്കാവൂ. വാഹനത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സും ഫയർ എക്സ്റ്റിംഗ്വിഷറും നിർബന്ധമായും ഉണ്ടായിരിക്കും. കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള അലക്ഷ്യമായ ഡ്രൈവിംഗ്, അപകടകരമായ അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ ഒഴിവാക്കണം. ശ്രദ്ധിക്കണം, ഭാവി തലമുറയുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCസിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.